ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു വെറൈറ്റി ഈവനിങ് സ്നാക്സ് റെഡിയാക്കിയാലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഫ്രീസറിൽ വെച്ചാണ് അതിൽ നിന്നൊരു കഷ്ണം എടുത്താണ്. പിന്നെ 3 മുട്ടയും പുഴുങ്ങിയിട്ട് ഇതേ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കണം. നമുക്കിതൊന്ന് മസാല റെഡിയാക്കാം. അതിന് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. സവാളയ്ക്കൊന്ന് നല്ലോണം വാടി വരുന്ന സമയം കൊണ്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിലും കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എരിവുള്ള മുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതേ മിക്സിയുടെ ചെറിയ ജാറിൽ ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് പിച്ചിക്കീറി ഇട്ടിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കാൻ പാകത്തിന് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാരി വരുമ്പോൾ നമ്മൾ ചിക്കൻ പൊടിച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട എടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്ക് പകുതിയാക്കി എടുക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. മിക്സ് റെഡിയാക്കി വെച്ചതില്ലേ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പകുതിയാക്കി വെച്ചേക്കണ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണ ഫില്ലിങ് ഇല്ലേ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പാകത്തിനൊന്ന് ചതച്ചെടുത്തേക്കണതാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ നമ്മൾ ഈ മുട്ടയുടെ ആ ഷേപ്പിൽ തന്നെ ഒന്നിങ്ങനെ അമർത്തി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഞാൻ ഒരെണ്ണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് റസ്ക് പൊടിയിലേക്കും മുക്കി മാറ്റാം കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നല്ലോണം എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി റസ്ക് പൊടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റസ്ക് പൊടി ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗവും എല്ലാ ഭാഗവും മുക്കിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ തീ കൂടിപ്പോയി, അതുകൊണ്ടാണ് പറ്റിയത്. പിന്നെ ഇതിൽ ഇനി വേവാനൊന്നുമില്ല, എല്ലാം വെന്തത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ തീ കൂടിപ്പോയത് ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു, അതാണ് പറ്റിയത്. ഇത്രയും മതിയിട്ടാണ് നമുക്ക് ഒരു മാറ്റാം. അങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടതാണ് ഇത് രണ്ടെണ്ണം ഒന്ന് നല്ലോണം മൊരിഞ്ഞു പോയത്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മുറിച്ച് വെക്കാം. അപ്പോഴാണ് അത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാകണം. അങ്ങനെ അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എല്ലാം മുറിച്ച് വെക്കാം കേട്ടോ. ഞാൻ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.